നെയ്മീൻ പൊള്ളിച്ച് എടുക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു 300 ഗ്രാം നെയ്മീൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. മസാല കുറച്ച് പുരട്ടി കൊടുക്കാം. നമ്മുടെ നെയ്മീൻ്റെ പീസ് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. 80% ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. 200 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. വാട്ടിയെടുക്കാം നമുക്ക്. അതോടൊപ്പം ഒരു കഷ്ണം ഇഞ്ചി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി, തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഒരു മുളക് പൊടി, ഫിഷ് മസാല, ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നമ്മുടെ മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ നെയ്മീൻ പൊള്ളിച്ചതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം അല്പം കടുക് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് കുടംപുളിയുടെ നീര് ചേർത്ത് കൊടുക്കാം. നമ്മൾ